നമസ്കാരം. ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരിക്കൽ കൂടി സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ സഖ്യം ഇന്ത്യക്ക് ഓപ്പൺ ചെയ്തു. T20 ലോകകപ്പിലെ ആദ്യ ബാറ്റിംഗ് പ്രകടനം തന്നെ മികച്ച രീതിയിലാണ് ഇരുവരും അവസാനിപ്പിച്ചത്. സിംബാബ്വെക്കെതിരെ മികച്ച കളിയാണ് അഭിഷേകും സഞ്ജുവും പുറത്തെടുത്തിരിക്കുന്നത്. താരം മികവോടെ തുടങ്ങിയപ്പോൾ ഈ ലോകകപ്പിൽ ആദ്യമായി അഭിഷേക് ഫോമിലേക്ക് വന്നു. അഭിഷേകുമൊത്തുള്ള ഓപ്പണിംഗ് താൻ ശരിക്കും ആസ്വദിക്കാറുണ്ടെന്ന് പറയുകയാണ് സഞ്ജു സാംസൺ. അഭിഷേകിൻ്റെ ഗംഭീര തിരിച്ചുവരവിന് പിന്നിൽ സഞ്ജുവിൻ്റെ ക്രീസിലെ മോട്ടിവേഷൻ കൂടിയുണ്ട്. ബാറ്റിങ്ങിനിടെ അഭിഷേകിന് ഉപദേശം നൽകിയിട്ടുണ്ടെന്ന് സഞ്ജു വ്യക്തമാക്കി. ഞങ്ങൾ പരസ്പര പൂരകമായാണ് ബാറ്റ് ചെയ്യുന്നത്. അവൻ വിക്കറ്റിനെക്കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട്. ഞാനപ്പോൾ പ്രത്യേകിച്ച് ഉപദേശമൊന്നും കൊടുക്കാറില്ല. പന്ത് നോക്കിയടിക്കാനാണ് പറയാറ്. അഭിഷേകുമൊത്തുള്ള ബാറ്റിംഗ് ശരിക്കും ഞാൻ ആസ്വദിക്കുന്നു. സിംബാബ്വെക്കെതിരെ ഞങ്ങൾക്ക് മികച്ച തുടക്കം നൽകാൻ സാധിച്ചു. അതിൽ സന്തോഷമുണ്ടെന്ന് സഞ്ജു സാംസൺ പറയുന്നു. ഈ ലോകകപ്പിൽ ഇതാദ്യമായാണ് ഇന്ത്യൻ ഓപ്പണിംഗ് ക്ലച്ച് പിടിച്ചത്. മിന്നും തുടക്കം ഇരുവരും ചേർന്ന് നൽകിയതോടെ പിന്നീട് എത്തിയവർക്കെല്ലാം ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശാൻ സാധിച്ചു. ഇരുവരും ചേർന്ന് 4 ഓവറിനുള്ളിൽ തന്നെ സ്കോർ 48 എത്തിച്ച് അതിനുശേഷമാണ് ഔട്ടായത്. സഞ്ജു 15 പന്തിൽ 24 റൺസും അഭിഷേക് 30 പന്തിൽ 55 റൺസും സ്വന്തമാക്കി. മത്സരത്തിൽ ഇന്ത്യ T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ടീം ടോട്ടൽ പടുത്തുയർത്തി. 20 ഓവറിൽ 256 റൺസ് ഇന്ത്യയുടെ T20 ലോകകപ്പിലെ ഉയർന്ന സ്കോർ കൂടിയാണ്. അടുത്ത മത്സരത്തിലും സഞ്ജു അഭിഷേക് സഖ്യം ഫോമിലേക്ക് ഉയർന്നാൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഗംഭീരമായ ഒരു വിജയത്തോടുകൂടി ഇന്ത്യ T20 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലെത്തുമെന്ന് ക്രിക്കറ്റ് ആരാധകർ വിശ്വസിക്കുന്നു. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നും എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളും ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത കളിയിലും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ഓപ്പണിംഗ് ചെയ്യുക. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഇരുവരും നൽകിയ മികച്ച തുടക്കമാണ് ഇന്ത്യയെ സിംബാബ്വെക്കെതിരെ മികച്ച ടോട്ടലുള്ള വിജയവും നെറ്റ് റൺ റേറ്റും കിട്ടാൻ സഹായിച്ചത്. അടുത്ത മത്സരത്തിലും മികച്ച ഒരു വിജയം തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരും തന്നെയായിരിക്കും അടുത്ത മത്സരത്തിലും ഓപ്പണിംഗ് ഇറങ്ങുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് വയ്ക്കുക.